ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഫണ്ണിയറായ, നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ പോർട്ടുകളിലും കുറച്ച് ഫണ്ണിയറായ ഇൻ്റർഫേസ് ഉള്ളൊരു ഗെയിമാണ്. പുഴുവിൻ്റെ മൂട്ടിലടിക്കൽ ഗെയിമാണ്. ഇതിൻ്റെ പേരാണ് വേം ഫയർ എന്ന് പറയുന്നത്. സോ ഇതൊരു വളരെ ഗുഡ് പ്രൊജക്റ്റാണ്. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇനി ഒരു വീക്കും കൂടി ഉള്ളൂ, അതായത് 6 ദിവസം കൂടി ആണെങ്കിൽ സമയമുള്ളൂ. കാരണം അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഗെയിം അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇന്ന് തൊട്ട് മാക്സിമം ടാപ്പ് ചെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നോക്കിയോ, കുറച്ച് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുത്തു. 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ പ്രൊജക്റ്റ് എന്താണെന്നും ഈ ഗെയിം എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മെയിൻ നോക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ അതിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് അറിയാം, ഈ കോയിൻ ഓൾറെഡി നമ്മളെ പ്രീ സെയിൽ എന്ന് പറയില്ലേ നമ്മൾ, അതായത് കോയിൻ ഇറങ്ങുന്നതിന് മുന്നേ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോ ഇറങ്ങുന്നതിന് മുന്നായിട്ട് എന്ത് ചെയ്യാം, ആ കോയിൻ പ്രീ സെയിലുണ്ട്. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റൊക്കെ പ്രീ സെയിലിൽ ഗേറ്റ് ഏരിയയിലൊക്കെ നടക്കുന്നില്ലേ, അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ റൗണ്ട് കഴിഞ്ഞു, ക്രൗഡ് ഫണ്ട് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ അതിൻ്റെ പ്രൈസ് വന്ന് $0.03 ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് $0.05 എന്ന് പറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ റോഡ് മാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. 3 ഫേസുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഒന്നാമത്തെ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ക്വാർട്ടറിൽ ജെനസിസ് ഫേസ് ഇറങ്ങി. അതിനുശേഷം എവല്യൂഷൻ ഫേസ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഗെയിമും സാധനങ്ങളൊക്കെ വന്നത്. അതിനുശേഷം ഗ്ലോബൽ അൺവീലിങ്ങിനുള്ളിൽ സ്ലാബ് മിനി ഗെയിം, അതായത് ടെലഗ്രാമിലുള്ള മിനി ഗെയിം ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഇവരുടെ Q3യിലുള്ള റോഡ് മാപ്പ് നോക്കി നമുക്ക് കാണാം, ഡീസെൻട്രലൈസ്ഡ് ആൻഡ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഉണ്ട്. Q3 എപ്പോഴാണ്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് Q3 എന്ന് പറയുന്നത്. സോ Q3 സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ. ചിലപ്പോൾ ഈ മാസം ചിലപ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. 6 ദിവസം കഴിഞ്ഞ് ഈ ഗെയിം എൻഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള സൂചന ഞാൻ തന്നത്. ചിലപ്പോൾ 6 ദിവസം കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് നമ്മൾ ഇതിൻ്റെ ടോക്കണോമിക്സിലേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ അതിൻ്റെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് റൗണ്ടിനും പിന്നെ പ്രൈവറ്റ് റൗണ്ടിനും റിവാർഡ് പൂൾ അതിലേക്ക് ആയിട്ട് 42% കൊടുത്തിട്ടുണ്ട്. റിവാർഡ് പൂൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ മെയിനായിട്ടൊരു ഗെയിം ഉണ്ടാവുമല്ലോ, ആ ഗെയിമിലുള്ള റിവാർഡ് പൂൾ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. മിനി ഗെയിമിൽ കൊടുക്കുന്ന ടോക്കണിന് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്കിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഒന്നില്ലെങ്കിൽ റിവാർഡ് പൂളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ നിന്നായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ കൊടുക്കാൻ പോകുന്നത്, ഒന്നും ഉറപ്പില്ല. പിന്നെ ലിക്വിഡിറ്റിക്ക് വേണ്ടി ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും സെൻട്രലൈസ്ഡ് ലിക്വിഡിറ്റിന് വേണ്ടി 8% കൊടുക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് ഇറങ്ങാൻ പോകുന്നതെന്ന് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് പോളിഗണായിട്ട് വളരെ ലിങ്ക് ഉള്ളൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇവരുടെ ഈ സൈറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാർഡ് ബേസ്ഡ് ഗെയിമൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. പിന്നീട് നമുക്ക് ഇവിടെ അടുത്ത് നോക്കാമെന്ന് വെച്ചാൽ വൈറ്റ് പേപ്പർ ഓൾറെഡി അതിന് പബ്ലിഷ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കായിരിക്കും വൈറ്റ് പേപ്പർ വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് വൈറ്റ് പേപ്പർ ഓരോരോ ചെറിയ ചെറിയ ടാബുകളൊക്കെ ആയിട്ട്, വെറുതെ നീണ്ട രീതിയിലുള്ളൊരു PDF അല്ലാതെ ഒരു ചെറിയ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മെക്കാനിക്സ് ആണിത്. സോ അതുപോലെ നല്ല ഭംഗിയിൽ എന്ത് വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ വൈറ്റ് പേപ്പർ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, അത് പോയി വായിച്ചു നോക്കാം. ഞാൻ ഇവിടെ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വന്നിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് അവിടെ ഉണ്ടാക്കിയ പോയിൻ്റ് എന്താണ് അതിന് തിരിച്ച് ലഭിക്കാൻ പോകുന്നത്, നമുക്കൊരു ടോക്കൺ ആണോ ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്ലാപ്പ് നൗ എക്സ്ചേഞ്ച് ലേറ്റർ. അതായത് ഇപ്പോൾ നിങ്ങൾ സ്ലാപ്പ് ചെയ്യുക, പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുക. എന്താണ് എക്സ്ചേഞ്ച് പീച്ചസ്? നിങ്ങൾക്ക് കിട്ടിയ പീച്ചസ് ആഫ്റ്റർ ദ വേം ഫയർ മെയിൻ ഗെയിം ഗ്ലോബൽ റിവീൽ ഫോർ WOFR ടോക്കൺസ് ആൻഡ് NFTs. അതായത് നിങ്ങൾക്ക് കിട്ടിയ വേം ഫയറിൻ്റെ ആ പീച്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗെയിം ഗ്ലോബൽ റിവീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്തർ WOFR ടോക്കൺ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ NFT ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അസറ്റിനെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന യൂണീക്ക് ആയ അസറ്റിനെ വേണമെങ്കിൽ അവിടേക്ക് കൊണ്ടിട്ട് ഇമ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഗെയിമിലേക്ക്. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞാൽ ആഫ്റ്റർ ദ റിവീൽ യു ഓൾസോ ഹാവ് ദ ഓപ്ഷൻ ടു ട്രേഡ് ഓർ സെൽ യുവർ മിസ്റ്ററി ഐറ്റം ഓൺ ദ വേം ഫയർ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ വേം ഫയർ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം എന്തെങ്കിലും പുതുതായിട്ട് മേടിക്കണമെന്ന് അവിടെ പോയി മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, സെല്ലും ചെയ്യാം. അതിൻ്റെ റേറിറ്റി അനുസരിച്ച് അതിൻ്റെ വാല്യൂം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വിചാരിക്കുക ഒരു റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം കിട്ടി, അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് തന്നെ അത് പോയിട്ട് സെല് ചെയ്തു, ചിലപ്പോൾ ഒരു NFT ആണ് വിചാരിക്കുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ട് സെല് ചെയ്ത് നിൽക്കുക. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഗെയിം അങ്ങനെ വളരെയധികം പോപ്പുലറായി ഇതിലുള്ള വേമുകൾക്കൊക്കെ ഹൈ വാല്യൂ ആണ് വിചാരിക്കുക. സപ്പോസ് വിചാരിക്കുക ഇപ്പോൾ ഉള്ളൊരു വേമിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു $10 ആണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ $10 കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ NFT സെല് ചെയ്ത് കളയും. ആഫ്റ്റർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഗെയിം എങ്ങാനും ഈ ബ്ലോക്ക് ചെയിനൊക്കെ വളരെയധികം ബൂമായി കഴിയുമ്പോൾ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കോയിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു $1000 എത്തി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു $500 എത്തിയാലോ, കോയിൻ്റെ വാല്യൂ അല്ല ഈ NFTയുടെ വാല്യൂ. സോ അതിനെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, NFT ഒക്കെ നമുക്ക് ചെറിയ തുച്ഛമായ വിലയ്ക്ക് വേണമെങ്കിൽ വിറ്റ് കളയേണ്ട, അത് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വാലറ്റിൽ എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ടോക്കൺ എന്തായിരിക്കും, അതായത് എന്താണ് നമുക്ക് ഈ ഗെയിമിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത്, ആ റിട്ടേൺ കിട്ടിയ സാധനത്തെ കൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള കാര്യം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ചിലപ്പോൾ ഈ ഗെയിം ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ഗെയിം ലോഞ്ച് ആവുന്ന സമയത്തായിരിക്കും നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്.
സോ നമുക്കിനി മെയിനായിട്ട് നോക്കാനുള്ളത് നമ്മുടെ ഗെയിമിലേക്ക്. ഗെയിം എങ്ങനെയാണ് കളിക്കുക, അതിലുള്ള കുറച്ച് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഇതിൽ ആകെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനി ആകെ നമുക്കിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡേയ്സ് വന്നാണ് 6 ഡേയ്സും കൂടി ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 6 ഡേയ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടാപ്പിംഗ് സ്റ്റോപ്പ് ആവും. കിട്ടിയ കോയിൻസ് റേഷ്യോയിലേക്ക് ചിലപ്പോൾ മാറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കളിക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ മെയിൻ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇവിടെ സ്ലാപ്പാണ്. സ്ലാപ്പ് എന്നത് നമ്മളിവിടെ ലിമിറ്റ്, നമ്മളെല്ലാ ഗെയിമിൽ കാണുന്ന പോലെ നിങ്ങൾക്കിപ്പോൾ ആകെ 5500 ലിമിറ്റാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ബാക്കിയുള്ള സാധനങ്ങൾ കൂട്ടണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ടാപ്പിന് എനിക്ക് എത്ര പോകുന്നത് 10 പോയിൻ്റാണ് വെച്ച് പോകുന്നത്. അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്ത് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ടാബിൽ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബൂസ്റ്റേഴ്സ് കാണാം. അവിടെ നമുക്ക് റീചാർജ് സ്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട 5000 വന്ന് ഫുള്ളാവും. അടുത്ത് ഫ്ലോപ്പി ഫ്ലിഷാണ്. ഫ്ലോപ്പി ഫ്ലിഷ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടുക. ഇത് പെട്ടെന്ന് വന്ന് അപ്പോൾ തന്നെ പോകും. സോ നമ്മൾ മെയിൻ സ്ക്രീനിൽ പോവുക, എവിടെയാണ് ഫ്ലോപ്പി ഫ്ലിഷ് കാണുക, എവിടെയാണ് അതിനെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി നമുക്ക് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് തിരിച്ച് ബൂസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ക്രീം കാണാൻ പറ്റും. അപ്പോൾ ഇൻക്രീസ് മാക്സിമം സ്ലാബ്സ്, അതുകൊണ്ട് എന്താണ് നമ്മളിവിടെ കാണുന്ന, നമ്മളിവിടെ മെയിൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്ലാബ്സിനാണ്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കൂട്ടിയാൽ മതി, ഹാൻഡ് ക്രീം കൂട്ടിയാൽ മതി. അടുത്ത ഐസ് ബക്കറ്റ് റിക്കവർ സ്റ്റാമിന ഫാസ്റ്റ്, അതായത് ഓരോ സെക്കൻഡിലും എത്ര വെച്ച് കൂടണം. ഇപ്പോൾ എനിക്ക് എത്ര വെച്ച് കൂടുന്നത് കൂടെ കാണാൻ പറ്റും, അത് വേണമെങ്കിൽ കൂട്ടുന്നത് കാണാം. അടുത്ത മൾട്ടി സ്ലാപ്പാണ്. അതാണ് നമ്മളിവിടെ കണ്ടത്. എന്താണ്, ഒരു ടാപ്പിൽ ഒരു വശം മൂടിലടിക്കുമ്പോൾ എത്ര പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് വന്ന് ആക്ടിവിറ്റി സർവീസാണ്. നമ്മുടെ ഓട്ടോ ബോട്ട് ഉണ്ട്. ഓട്ടോ ബോട്ട് എന്ന് വെച്ചാൽ നമ്മളിത് 4 മണിക്കൂർ നേരം ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ, 1 മണിക്കൂർ നേരം ഉപയോഗിക്കാണ്ടിരുന്നാലാന്ന് തോന്നുന്നു ഈ ഓട്ടോ ബോട്ട് ആക്റ്റീവ് ആവും. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം അടിച്ചോ ആ പോയിന്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് ഇവിടെ നമുക്ക് സ്കിന്നുണ്ട്. ഇതിന് പലതരം ഷെഡുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിട്ട് പറയുന്നത് വാട്ടർമെല്ലാണ്. ഇതിപ്പോൾ പൈസ ഒന്നും കൊടുക്കണമെന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ ഓക്കെ 1000 എത്രയാണ്ട് കോയിൻ കൊടുക്കണം. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് ഷെഡ് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുഴുവിന് വേണമെങ്കിൽ ഡിപ്പിക്കാം. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞ ടാബിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ടാസ്കുകൾ കാണാൻ പറ്റും. സോ ആ ടാസ്കുകളൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ഓരോ ലെവൽ കടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോയിന്റുകൾ കിട്ടും. പിന്നെ സ്ക്വാഡപ്പ് ഉണ്ട്, ഏതെങ്കിലും ഒരു സ്ക്വാഡിൽ നമ്മൾ ജോയിൻ ചെയ്യുക. പിന്നീട് ഇവിടെയുള്ള ടാസ്ക്കാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിന് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലും അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട്. ആ ലിങ്ക് എടുത്തതിന് ശേഷം ഡാഷ്ബോർഡിൽ പോയിട്ട് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതും വാലറ്റ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യാൻ നോക്കണ്ട, നിങ്ങൾ ഡാഷ്ബോർഡിൽ പോയിട്ട് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്താൽ മതി. സോ അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. തെറ്റിക്കാതിരിക്കാൻ നോക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടൺ വാലറ്റായിട്ടൊന്നുമല്ല കണക്ട് ചെയ്യുന്നത്, കാരണം ഇത് പോളിഗൺ നെറ്റ്വർക്കിൽ റൺ ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഒരു നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്യേണ്ടത്. സോ വളരെയധികം ശ്രദ്ധിക്കണം. കണക്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഡെയിലി പീച്ച് ഓപ്ഷൻ ഒന്നും കാണും. പക്ഷേ നമ്മൾ അതിലൊന്നും പങ്കെടുക്കാൻ നിൽക്കണ്ട, കാരണം ഓൾറെഡി ഇവരെ കോയിൻ്റെ പേര് WO4 എന്നാണ്. സോ അതൊക്കെ മേടിക്കണം. അങ്ങനത്തെ ഉള്ള ആൾക്കാരുകളാണെങ്കിൽ വേണമെങ്കിൽ മേടിച്ചിടാം. പ്രീസെയിലായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീസെയിൽ റൗണ്ട് 1 കഴിഞ്ഞു, റൗണ്ട് 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാർട്ണർ എൻഗേജ്മെൻറ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്കിപ്പോൾ മെംഫിയിലൊക്കെ നമുക്ക് ഓരോ ആൾക്കാർ വേറെ പ്രോജക്റ്റുകൾ കാണാനില്ല, അങ്ങനെയുള്ള സംഭവമാണ് ഈ പാർട്ണർ എൻഗേജ്മെൻറ്റ് വന്നത്. പിന്നെ വേണമെങ്കിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. സോ അങ്ങനെ ബേസിക്കായിട്ട് ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഗെയിമിലുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ like. Thank you so much for watching. Bye bye.